എൻ്റെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും SSLC ബിറ്റ്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്, സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. ഈ സെൻസേഷൻ എന്താണെന്ന് നമുക്ക് പരിചയപ്പെടണം അല്ലേ? അപ്പൊ ഈ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ഫീൽ ആണ്. ദാറ്റ് ഇസ് ഫിസിക്കൽ ഫീൽ ദാറ്റ് ഇസ് പിക്ഡ് അപ്പ് ബൈ ദ 5 സെൻസ് ഓർഗൻസ്. നിങ്ങൾക്കറിയാം ഏതാണ് 5 സെൻസ് ഓർഗൻസ് എന്ന്. അപ്പൊ ഈ 5 സെൻസ് ഓർഗൻസ് വഴി വരുന്ന ഒരു ഫിസിക്കൽ ഫീൽ, അല്ലെങ്കിൽ ഈ സെൻസ് ഓർഗൻസ് വഴി നമുക്ക് കിട്ടുന്ന ഒരു ഫിസിക്കൽ ഫീലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻസേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഹിയറിംഗ്, സീയിങ് ആൻഡ് സ്മെല്ലിംഗ്, ഇതൊക്കെ എന്താണ്, ഒരു സെൻസേഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ സെൻസേഷൻ കൊടുക്കുന്നത് ഇത്രയും സെൻസുകളാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ സെൻസസ്, നമ്മുടെ ഈ സെൻസുകൾ നമ്മളിലേക്ക് എത്തുമ്പോൾ ഒരു തരം റെസ്പോൺസ് ഉണ്ടാക്കുക. അപ്പോൾ ഈ റെസ്പോൺസ് ഇവോക്ക് ചെയ്യുന്ന ചില സെൻസസിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റിമുലൈ. ഓക്കെ, ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ആർ ടേംഡ് ആസ് സ്റ്റിമുലൈ. ഈ സ്റ്റിമുലൈ എങ്ങനെയാണ് നമ്മുടെ ഒരു ശരീരത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ സ്റ്റിമുലൈ എങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ ഇതിനെ റിസീവ് ചെയ്യാനായിട്ട് കുറച്ച് റിസപ്റ്റർ സെല്ലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ഈ റിസപ്റ്റർ സെല്ലുകൾ എന്ന് നമുക്ക് അറിയണ്ടേ? അപ്പൊ ഈ റിസപ്റ്റർ സെല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. എവിടെയാണ് ഈ റിസപ്റ്റർ സെല്ലുകൾ ഉള്ളത്? നമ്മുടെ ഈ 5 സെൻസ് ഓർഗൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 5 സെൻസ് ഓർഗനിലും ഉള്ള സ്പെഷ്യലൈസ്ഡ് സെൽസിനെയാണ് നമ്മൾ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ റിസപ്റ്റർ സെൽ എന്ന് പറയുക. ഈ റിസപ്റ്റർ സെൽ, അപ്പോൾ റിസപ്റ്റർ എന്ന് പറഞ്ഞ പേര് തന്നെ ഉണ്ട്, സ്വീകരിക്കാൻ നിൽക്കുന്ന സെല്ലുകൾ അല്ലെ, അല്ലെങ്കിൽ സ്വീകരിക്കാൻ നിൽക്കുന്ന കോശങ്ങൾ. ആരെയാണ് ഇവർ സ്വീകരിക്കുന്നത്? ഈ പുറത്തുനിന്ന് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ 5 സെൻസ് ഓർഗൻസ് വഴി കിട്ടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെൻസേഷൻസ് കിട്ടുന്ന ഈ സെൻസേഷൻസിനെ റിസീവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ സ്റ്റിമുലൈന് റിസീവ് ചെയ്യാനായിട്ട് നിൽക്കുന്നതാണ് ഈ റിസപ്റ്റർ സെൽ. അപ്പൊ ഈ റിസപ്റ്റർ സെല്ല് സെൻസ് ഓർഗൻസിലുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണെന്ന് നിങ്ങൾ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എത്തുകയാണ് അല്ലെ, സെൻസേഷൻ നമ്മുടെ ശരീരത്തിൽ എത്തുകയാണ്. എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിലോട്ട് പോയിട്ട് തിരിച്ചെന്ത് ഉണ്ടാക്കുന്നു? ഒരു റെസ്പോൺസ് ഉണ്ടാക്കുന്നു. അപ്പൊ ഈ റെസ്പോൺസ് ഉണ്ടാക്കുന്ന സെൻസേഷൻ സ്റ്റിമുലൈ ആണെന്നും പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഒരു സെൻസേഷൻ ഉണ്ടാകുന്നതും അതിന്റെ റെസ്പോൺസ് എങ്ങനെയാണ് തിരിച്ചു വരുന്നതും എന്നാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഈ സെൻസേഷൻസും റെസ്പോൺസും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഈ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും നമ്മുടെ നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ ഈ നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് നെർവസ് സിസ്റ്റം എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ ഈ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ പരിചയപ്പെട്ട ഒരു സംഭവമുണ്ട്, ന്യൂറോൺസ്. ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം, അതാണ് ന്യൂറോൺ. അപ്പോൾ ഈ ന്യൂറോൺ എന്ന് പറയുമ്പോൾ അതൊരു സെല്ലാണ്. നമ്മുടെ ശരീരത്തിൽ മസിൽ സെൽസ് ഉണ്ട്, അതുപോലെ ബ്ലഡ് സെല്ലുകൾ ഉണ്ട്. അപ്പൊ ഇതുപോലൊരു ടൈപ്പ് ഓഫ് സെല്ലാണ് ഈ ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ന്യൂറോണിന്റെ സ്ട്രക്ചർ ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആ സ്ട്രക്ചർ നോക്കുക. ആദ്യം നമുക്ക്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാ SSLC എക്സാമിനേഷനിലും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ന്യൂറോൺസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഇത്. അപ്പൊ ഇതില് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ സെല്ലാണെന്ന് പറഞ്ഞു, ന്യൂറോൺ എന്ന് പറഞ്ഞൊരു സെല്ലാണ്. ഒരു സെല്ലിൽ എന്തൊക്കെയാണ് ആദ്യം ഉണ്ടാകുക? സെല്ലിന്റെ മെയിൻ പോർഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെല്ലിന്റെ മെയിൻ സെന്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ന്യൂക്ലിയസ് ആയിരിക്കും. അപ്പൊ ഈ സെല്ലിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ തന്നെ സൈറ്റോപ്ലാസം ഉണ്ട്, അതേപോലെ സെൽ മെംബ്രെയിൻ ഉണ്ട്. അപ്പൊ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇതിന്റെ സെൽ മെംബ്രെയിനും സൈറ്റോസോളും അതുപോലെ തന്നെ ന്യൂക്ലിയസും എവിടെയാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഈ ന്യൂറോൺസിന്റെ പാർട്സിൽ പരിചയപ്പെടാൻ പോകുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റ് എന്ന പാർട്ട് അടുത്ത ഡെൻഡ്രോണിന്റെ ഒരു ബ്രാഞ്ച് ആണ് ഈ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഇമ്പൾസസിന് അഡ്ജസന്റ് ആയിട്ടുള്ള ന്യൂറോണിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഡെൻഡ്രൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്താണ് ഇമ്പൾസസ്? ഇമ്പൾസസ് എന്ന് പറയുമ്പോൾ ഒരു പ്രേരണ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡെൻഡ്രൈറ്റിൽ നിന്ന് ഈ ഇമ്പൾസ് ആണ് ട്രാവൽ ചെയ്ത് പോകുന്നത്. ഈ ന്യൂറോൺസിലൂടെ എന്താണ് ട്രാവൽ ചെയ്ത് പോകുന്നത്? ഇമ്പൾസസ്. ഈ ഇമ്പൾസസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലൂടെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആണ് പാസ് ചെയ്യുന്നത് നിങ്ങൾ ഓർക്കണം. അപ്പൊ ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോണിലേക്കാണ് പോകുന്നത്. അപ്പൊ രണ്ടാമത്തെ പാർട്ട് ഏതാണ്? ഡെൻഡ്രോൺ. അപ്പൊ ഈ ഡെൻഡ്രോൺ എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ഫിലമെന്റ് ആണ്. അത് ചെറിയ ഫിലമെന്റ്സ് ആണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. എവിടെ നിന്ന്? നമ്മുടെ സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഷോർട്ട് ഫിലമെന്റ്സ് ആണ് നമ്മുടെ ഡെൻഡ്രോൺസ് എന്ന് പറയുന്നത്. ഈ ഡെൻഡ്രോൺസിൽ നിന്ന്
നിന്നും നെക്സ്റ്റ് നമ്മുടെ ഇമ്പൾസ് പോകുന്നത് സെൽ ബോഡിയിലേക്കാണ്. അപ്പൊ ഈ സെൽ ബോഡിക്ക് അകത്താണ് എന്തുള്ളത്? ന്യൂക്ലിയസും സൈറ്റോപ്ലാസും അതിന് ചുറ്റുമുള്ള ആവരണമാണ് നമ്മുടെ സെൽ മെമ്പറൈൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഡെൻഡ്രോണിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? സെൽ ബോഡിയിലേക്ക്. ഇനി ഈ സെൽ ബോഡിയിൽ നിന്ന് വലിയൊരു ലോങ് ഫിലമെന്റ് വഴിയാണ് നമ്മുടെ ഇമ്പൾസ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഈ ലോങ് ഫിലമെന്റിന് പറയുന്ന പേരാണ് ആക്സോൺ. ഈ ആക്സോൺ നിങ്ങൾ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. പ്രൊട്ടക്ട് ചെയ്യുന്ന കുറച്ച് സെൽസ് ആണ് മൈലിയൻ ഷീത്ത്. ഷീത്ത് എന്ന് പറഞ്ഞൊരു കവറിങ്, ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ് മൈലിയൻ ഷീത്ത് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമ്പൾസ് ഇപ്പൊ ആക്സോണിലെത്തി. ഇനി ആക്സോൺ വഴി ഈ ആക്സോണിന്റെ ടിപ്പിലേക്ക് എത്തുകയാണ്. ആക്സോണിന്റെ ടിപ്പിനെയാണ് നമ്മൾ ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. എന്താണ് ആക്സോണൈറ്റ്? ഈ ആക്സോണൈറ്റിൽ നിന്നും നമ്മുടെ ഇമ്പൾസസ് പാസ് ചെയ്യുന്നത് സിനാപ്റ്റിക് നോബിലേക്കാണ്. അപ്പോൾ ആക്സോണിന്റെ ടിപ്പാണ് ആക്സോണൈറ്റ് എന്ന് പറഞ്ഞു, സിനാപ്റ്റിക് നോബിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ന്യൂറോണിന്റെ ഏറ്റവും അറ്റം ഏതാണ്? സിനാപ്റ്റിക് നോബാണ് അല്ലേ? അപ്പൊ ഈ സിനാപ്റ്റിക് നോബിൽ നിന്നും ഇനി ഈ ഇമ്പൾസ് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? അടുത്ത ന്യൂറോണിലേക്ക്. അങ്ങനെ നമ്മുടെ ശരീരം മുഴുവൻ ഈ ന്യൂറോൺസാൽ കണക്റ്റഡ് ആണ് അല്ലെ? ന്യൂറോൺസ് എല്ലാം കൂടെ ചേർന്ന് കണക്റ്റഡ് ആണ് നമ്മുടെ ശരീരം മുഴുവൻ. അപ്പൊ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ഈ ഇമ്പൾസ് ഇങ്ങനെയാണ് ട്രാവൽ ചെയ്ത് പോകുന്നത്. അപ്പൊ സിനാപ്റ്റിക് നോബിൽ നിന്ന് ഇനി എന്ത് സംഭവിക്കുന്നു ഈ ഇമ്പൾസസിന് നമുക്ക് നോക്കണ്ടേ? അതിനു മുമ്പ് തന്നെ ഒരു ന്യൂറോണിലൂടെ എങ്ങനെയാണ് നമ്മുടെ ഇമ്പൾസ് പാസ് ചെയ്തിട്ടുള്ള പാത്ത് വേ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഡെൻഡ്രൈറ്റ്, then dendrite to dendron, and dendron to cell body, and cell body to axon, and axon to axonite, and axonite to synaptic knob. And from the synaptic knob, the impulse is transferring to another neuron. Okay. ആക്സോണിന് ചുറ്റും ഒരു ഷീത്ത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കവറിംഗ് ഉണ്ട്. അതിനെയാണ് നമ്മൾ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഈ മൈലിൻ എന്ന് പറയുമ്പോൾ ഒരു ഫാറ്റി സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ലിപ്പിഡ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവമാണ് മൈലിൻ എന്ന് പറയുന്നത്. ഈ മൈലിന്റെ കളറ് വൈറ്റ് കളേർഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഒക്കെ ഈ മൈലിൻ ഷീത്ത് ഉള്ള നെർവ്സ് അല്ലെ? ഈ മൈലിൻ ഷീത്ത് ഉള്ള നെർവ്സ് ഉണ്ടാവും, മൈലിൻ ഷീത്ത് ഇല്ലാത്ത നെർവ്സ് ഉണ്ടാവും. അപ്പൊ മൈലിൻ ഷീത്ത് ഉള്ള നെർവ്സിന് ഉള്ള ആ ഒരു പോർഷൻ നമ്മൾ പറയുന്ന പേരാണ് വൈറ്റ് മാറ്റർ, അല്ലെങ്കിൽ ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞിട്ട് വേറൊരു പോർഷൻ ഉണ്ട്. ഈ പോർഷനിലുള്ള നെർവ്സിനൊന്നും എന്തുണ്ടാവില്ല? ഈ മൈലിൻ ഷീത്തിന്റെ കവറിങ് ഉണ്ടാവില്ല. അപ്പൊ ഗ്രേ മാറ്റർ എന്താണ്, വൈറ്റ് മാറ്റർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ ഈ മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഷ്വാൻ സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസ് കൊണ്ടാണ് മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ മൈലിൻ ഷീത്ത് എന്തിനാണ് ഈ ആക്സോണിന് ചുറ്റും മൈലിൻ ഷീത്ത് ഉള്ളത്? എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ഈ മൈലിൻ ഷീത്ത് ആണ് നമ്മുടെ ആക്സോണിന് പ്രൊട്ടക്ഷൻ ആൻഡ് കവറിങ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ആക്സോൺ. അപ്പൊ എന്തിനാണെങ്കിലും എന്ത് വേണം? ന്യൂട്രിയൻസും വേണം, ഓക്സിജനും വേണം. അപ്പൊ നമ്മുടെ ആക്സോണിലേക്ക് ഈ ഇമ്പൾസസ് ഇത്രയും പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസും ഓക്സിജനും ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ മൈലിൻ ഷീത്ത് ആണ്. അങ്ങനെ ഓക്സിജനും ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ഇമ്പൾസസിനെ കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യുന്നു. അപ്പൊ ആക്സിലറേറ്റ് ചെയ്യുന്ന എന്താ അന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആക്സിലറേഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അതേപോലെ തന്നെ ഈ മൈലിൻ ഷീത്ത് ഒരു ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ ഇലക്ട്രിക് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഇൻസുലേറ്റർ. അറിയാലോ ഇൻസുലേറ്റർ എന്താണ്. ഇനി അതുപോലെ തന്നെയാണ് എക്സ്റ്റേണൽ ഷോക്കുകളിൽ നിന്ന്, അത് പുറമേയുള്ള ഷോക്കുകളിൽ നിന്ന് നമ്മുടെ ആക്സോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും നമ്മുടെ മൈലിൻ ഷീത്ത് ആണ്. ഇതൊക്കെയാണ് മൈലിൻ ഷീത്തിന്റെ ഫങ്ഷൻസ്. ഇത് നമ്മുടെ എക്സാമിനേഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആവർത്തിച്ച് വന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇമ്പൾസസ് ഒക്കെ എവിടെ എത്തി നിൽക്കുകയാണ്? ആക്സോണൈറ്റ് കഴിഞ്ഞ് സിനാപ്റ്റിക് നോബിൽ എത്തി നിൽക്കുകയാണ് അല്ലെ? ഇനി സിനാപ്റ്റിക് നോബിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് പോവണ്ടേ നമ്മുടെ ഇമ്പൾസസ്? അപ്പൊ അടുത്ത ന്യൂറോണിലേക്ക് പോകുമ്പോൾ ഇതിനിടയിൽ ഒരു ജംഗ്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഈ ജംഗ്ഷനെ പറയുന്ന പേരാണ് സിനാപ്സ്. അത് സിനാപ്സ് ഇസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു അഡ്ജസന്റ് ന്യൂറോൺസ് എന്ന് നമുക്ക് പറയാം. ഈ സിനാപ്സ്, ഈ സിനാപ്റ്റിക് ജംഗ്ഷൻ, അല്ലെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ സിനാപ്റ്റിക് നോബിൽ നിന്ന് ഇമ്പൾസസ് അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് പാസ് ചെയ്യാണ്. ഇതിനിടയിൽ സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറഞ്ഞൊരു പോർഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ സിനാപ്റ്റിക് ക്ലഫ്റ്റില് ഏതാനും കെമിക്കൽ സബ്സ്റ്റൻസസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസസിന് പറയുന്ന പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് നമ്മുടെ ഈ ഇമ്പൾസസിനെ ഈ ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിൾസ് നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ പറയുന്നത് അസറ്റൈൽ കൊളൈനും ഡോപ്പമിനുമാണ്. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടായാൽ മാത്രമാണ്
എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ഇമ്പൾസസ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ കെമിക്കൽ സബ്സ്റ്റൻസസിനെ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുക. എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്ട് ആർ ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അല്ലെങ്കിൽ ദാറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം വൺ ന്യൂറോൺസ് ടു another. അപ്പൊ നിങ്ങൾക്ക് എഴുതാം അസറ്റൈൽ കോളൈൻ ആൻഡ് ഡോപ്പമിൻ ആർ ദ എക്സാമ്പിൾസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ടോപ്പിക് ടൈപ്സ് ഓഫ് ന്യൂറോൺസ്. അപ്പൊ 3 ടൈപ്പ് ന്യൂറോൺസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സെൻസറി ന്യൂറോൺ, രണ്ടാമത്തെ മോട്ടോർ ന്യൂറോൺ ആൻഡ് ദ തേർഡ് വൺ ഈസ് മിക്സ്ഡ് ന്യൂറോൺ. അപ്പോൾ എന്തൊക്കെയാണ് ഈ 3 ന്യൂറോണുകളുടെയും പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ, സെൻസറി ന്യൂറോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി പാർട്സിലുള്ള ന്യൂറോൺസ്, ഇവര് നമ്മുടെ ബോഡി പാർട്സിൽ നിന്ന് ഇമ്പൾസസിനെ ക്യാരി ചെയ്ത് നമ്മുടെ ബ്രെയിനിൽ എത്തിക്കുന്നു. ഈ ന്യൂറോൺസിനെയാണ് നമ്മൾ സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ നിന്ന് തിരിച്ച് റെസ്പോൺസസ് കൊണ്ടുവരണ്ടേ ഏതാനും ന്യൂറോൺസ്, ആ തിരിച്ച് നമ്മുടെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും നമ്മുടെ ബോഡി പാർട്സിലോട്ട് ഇമ്പൾസസിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന നെർവ്സിനെയാണ് നമ്മൾ പറയുന്നത് മോട്ടോർ നെർവ്സ് അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോൺസ്. ഇനി മിക്സ്ഡ് ന്യൂറോൺസ് ഓർ മിക്സ്ഡ് നെർവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി പാർട്സിൽ നിന്ന് നമ്മുടെ ബോഡി പാർട്സിൽ നിന്നൊക്കെ ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലേക്കും ഇമ്പൾസസ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന നെർവ്സും, അതേപോലെ തന്നെ തിരിച്ച് നമ്മുടെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും നമ്മുടെ അതർ ബോഡി പാർട്സിലേക്ക് തിരിച്ച് അവർക്ക് കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള നെർവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിക്സ്ഡ് നെർവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ കുറച്ച് പേരൊക്കെ പറയുന്നൊരു പരാതിയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് രണ്ടാമത്തെ വീഡിയോ കിട്ടിയില്ല എന്ന്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.